പത്തനംതിട്ട കോഴഞ്ചേരി വഴിയുള്ള KSRTCയുടെ എത്ര ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടാകും? നമുക്കാർക്കും അറിയത്തില്ല. പക്ഷേ കോഴഞ്ചേരിക്കാർക്ക് അതിന് കൃത്യമായ ഉത്തരവുണ്ട്. അതെന്താണെന്നൊന്ന് കാണാം. കോട്ടയത്തിലൊരു ബസ് ഉണ്ടാകുന്നത് അത് ഒരെണ്ണം പോയല്ലേ ഇപ്പോൾ പോയല്ലേ? ഇനിയിപ്പോൾ അടുത്ത ദിവസം എപ്പോഴാണ്? ബോർഡുണ്ടല്ലോ. വൈറ്റിലേ ഉണ്ടല്ലേ? വൈറ്റിലുണ്ട്. ഇതിപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന എല്ലാ വണ്ടിയുടെ ഉണ്ടോ? ഉണ്ട്. ദീർഘദൂര സർവീസുകളായിരിക്കും അല്ലേ? അതെ. ആനവണ്ടിയോട് ആവോളം സ്നേഹമുള്ളവരുടെ നാടാണ് കോഴഞ്ചേരി. 1967 തുടങ്ങിയ ആ ഇഷ്ടം ഉറവ് പറ്റാത്ത അരുവി പോലെ ഒഴുകുന്നു. കോഴഞ്ചേരി വഴി ഒരു ദിവസം കടന്നു പോകുന്നത് 48 ദീർഘദൂര ബസ്സുകളാണ്. അവയുടെ സമയവും പുറപ്പെടുന്ന ഡിപ്പോയുടെ ഫോൺ നമ്പറുമെല്ലാം അവർ ചിട്ടപ്പെടുത്തി ബോർഡാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി സീറ്റ് ബുക്ക് ചെയ്യണോ? അതിനുമുണ്ട് സൗകര്യം. അതെന്താ QR കോഡ് കാണിച്ചിരിക്കുന്നത്? നമുക്ക് സ്കാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള. ഇപ്പം ലോങ് സർവീസസിൻ്റെ എല്ലാ ടിക്കറ്റ്സ് ഓൺലൈനിൽ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. അതിൻ്റെ QR ആണ്. വർക്കിംഗ് ആണോ അത്? അതെ അതെ. ഇപ്പോൾ കോഴഞ്ചേരിയിൽ നിന്നാണ് നമ്മുടെ ഫ്രം പോയിന്റ് നമുക്ക് കോട്ടയത്തോട്ടാണ് പോകുന്നത്. ബസ് സെർച്ച് ചെയ്യാം. ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാം. പ്രതിസന്ധി നേരിടുന്ന ആനവണ്ടി കോർപ്പറേഷനെ കരപറ്റിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണിതെല്ലാം. കോഴഞ്ചേരിയിൽ നിന്നും തിരുവനന്തപുരത്തിന് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ സ്ഥിരം യാത്രക്കാരെ കൂടി ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പും നിലവിലുണ്ട്. ഞാൻ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ സമയം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരാൾ പോയിട്ട് പ്രൈവറ്റ് ബസ്സുകാരോട് ചോദിച്ചു, ഈ KSRTCയുടെ ഒരു വണ്ടിയുടെ കാര്യം അറിയാം. അന്നേരം പറഞ്ഞു കോഴഞ്ചേരി പഞ്ചായത്ത് ബസ്സിനോട് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അതെന്നെ കളിയാക്കാൻ വേണ്ടി അന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് എൻ്റെ മനസ്സിൽ ഒരു വലിയൊരു പ്രചോദനം ഉണ്ടായി. ഉടനെ സ്റ്റാൻഡിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എങ്ങും ഒരു ബോർഡില്ല KSRTCയുടെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണുകയും അവരത് പറഞ്ഞ് നമുക്കൊരു ബോർഡ് സ്ഥാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്. 58 വർഷമായി സർവീസ് തുടരുന്ന തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ജീവനക്കാരോടും നാടിന് വലിയ കരുതലാണ്. താമസ സൗകര്യമടക്കം ഒരുക്കിയാണ് അവർ നാടിന്റെ ഇഷ്ടം പ്രകടമാക്കുന്നത്. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഭിലാലെ, ഈ ആനവണ്ടി ഭ്രാന്തരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ഒരു നാട് മൊത്തം അങ്ങനെയല്ലേ? ഈ വണ്ടിപ്രാന്തന്മാരെന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ആളുകളെക്കാൾ എത്രയോ മടങ്ങ് ആളുകളാണ് KSRTC എന്ന നമ്മുടെ ആനവണ്ടിയിലെ യാത്ര കൊതിക്കുകയും ആനവണ്ടിയെയും കോർപ്പറേഷനെയൊക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളടക്കം സജീവമായിട്ടുള്ളത്. നിരവധി കൂട്ടായ്മകൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അതുപോലെ വലിയൊരു ശതമാനം ആളുകൾ, നാട്ടുകാർ, അതിൻ്റെ ഒരു കൂട്ടായ്മ KSRTCക്ക് പിന്തുണയുമായി അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കോഴഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ദീർഘകാലമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്തത്. KSRTCയിൽ തന്നെ നേരിട്ട് പെട്ടെന്ന് ചോദിച്ചാൽ എത്ര ദീർഘദൂര സർവീസുകളുണ്ട് എന്ന് പലർക്കും പറയാൻ കഴിയുകയില്ല. അതേസമയം 1.5 മാസ കാലയളവിൽ കളക്ടറേറ്റിലെ ജീവനക്കാരൻ കൂടിയായിട്ടുള്ള നിപൂസാം, അദ്ദേഹം 1.5 മാസം എടുത്ത് ഈ വിവരങ്ങൾ പല സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്ന വണ്ടികൾ, ഇവിടെ നിന്ന് പുറപ്പെട്ട് പല ഇടങ്ങളിലേക്ക് പോകുന്ന വണ്ടികൾ, അതിൻ്റെയൊക്കെ തന്നെ സമയവും അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ച് അത് പിന്നീട് ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടുകൂടി നോട്ടീസ് ബോർഡ് എന്നുള്ള തരത്തിൽ അത് പ്രദർശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മറ്റ് ഏതാനും ജീവനക്കാർ കൂടി ഇതിൻ്റെ പിന്നിൽ ശക്തമായി തന്നെ നിലയുറപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല 1967 കോഴഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് ആ നാട്ടുകാരുടെ KSRTC പ്രേമത്തിൻ്റെ തുടക്കമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ അവർ കാലം ഓരോന്ന് കഴിയുന്തോറും പുതിയ പുതിയ മാർഗ്ഗങ്ങളിലൂടെ KSRTCയെ ജനങ്ങളോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. തീർച്ചയായിട്ടും അതിലൊന്ന് തന്നെയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും ഇതിപ്പോൾ ലാഭമായല്ലോ എന്ന് KSRTC ഒക്കെ ഓർക്കുന്നുണ്ടാകും. ഒരു ലാഭം ഒന്ന് നോക്കിയാൽ അതൊരു നാടിന്റെ ഒന്നാകെ സ്നേഹം കൂടിയാണ് കേട്ടോ.